പിന്നീട് അവർ അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചുവന്നു. വീട്ടിൽ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഗോവർദ്ധൻ ഒരു ഫോൺ കോൾ വരുന്നത്. തന്റെ അക്കൗണ്ടിലേക്ക് കുറെ പണം വന്നിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞു. അമേരിക്കയിൽ ചെയ്ത പ്രൊജക്ടിന്റെ പ്രതിഫലമായിരുന്നു അത്. അതിന് നന്ദി പറയാൻ വേണ്ടി ഗോവർദ്ധൻ ഇന്ദുവിന്റെ അച്ഛന്റെ അടുത്ത് പോയി. അപ്പോഴാണ് അവൻ വലിയൊരു സത്യം അറിയുന്നത്. ഇന്ദു ആ പ്രൊജക്ട് തയ്യാറാക്കിയത് തന്നെ ഗോവർദ്ധന്റെ നല്ല സ്വഭാവത്തെക്കുറിച്ച് എഴുതിയിട്ടായിരുന്നു. ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ സ്വന്തം കാര്യം നോക്കിപ്പോകുമ്പോൾ ഗോവർദ്ധൻ ഫാമിലിയുടെ സന്തോഷം നോക്കിയാണ് ജീവിക്കുന്നത്. എല്ലാവരും ഗോവർദ്ധനെ കണ്ടു പഠിക്കണം എന്നാണ് ഇന്ദു ആ പ്രൊജക്ടിൽ എഴുതിയിരുന്നത്. ഇതറിഞ്ഞ ഗോവർദ്ധന് ആകെ വല്ലാതെയായി. താൻ അവളെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത് അവന് സങ്കടം തോന്നി. ഇന്ദു എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ന് അവളുടെ കല്യാണമാണെന്ന് അവൻ അറിയുന്നത്. ഇതിനിടയിൽ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. പണ്ട് അമേരിക്കയിൽ വെച്ച് ഇന്ദുവിന്റെ വീഡിയോ എടുക്കുകയും ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുകയും ചെയ്ത ആ പയ്യൻ ഒരു ആക്സിഡന്റ് കാരണം കോമയിലായിപ്പോയിരുന്നു. അവൻ ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകനായിരുന്നു. മകന്റെ ഈ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയ അച്ഛൻ ഇതെല്ലാം ഇന്ദു കാരണമാണ് സംഭവിച്ചത് എന്നുറപ്പിച്ചു. അത് കാരണം ഇന്ദുവിന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയാണ് അവർ ഇന്ദുവിനെ പിടിച്ചുകൊണ്ടുപോയത്. ഇത് കേട്ടതും ഗോവർദ്ധൻ അമ്മയെയും കൂട്ടിക്കൊണ്ട് അവളുള്ള സ്ഥലത്തേക്ക് പാഞ്ഞുചെന്നു. അവൻ വിളിച്ചിട്ടും അവൾ പുറത്തുവന്നില്ല. പക്ഷേ അമ്മ വിളിച്ചപ്പോൾ ഇന്ദു പുറത്തിറങ്ങി വന്നു. ഗോവർദ്ധൻ അവളോട് മനസ്സ് തുറന്ന് സോറിയെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് കുറെ ഗുണ്ടകൾ വന്ന് ഗോവർദ്ധനെ ആക്രമിക്കാൻ തുടങ്ങി. ഗോവർദ്ധൻ അവരെയെല്ലാം അടിച്ചു വീഴ്ത്തി. ഒടുവിൽ ആ പയ്യന്റെ അച്ഛൻ ഗോവർദ്ധന് നേരെ തോക്കുചൂണ്ടി, നിങ്ങളുടെ മകനെ ഞാൻ നോക്കിക്കോളാം, എന്തിനാണ് പാവം ആ പെണ്ണിനെ ശിക്ഷിക്കുന്നത് എന്ന് ഗോവർദ്ധൻ അയാളോട് പറഞ്ഞു. അത് കേട്ടതും ആ അച്ഛനു വല്ലാതെയായി. ഗോവർദ്ധൻ ഇന്ദുവിന്റെ അടുത്ത് പോയി വീണ്ടും മാപ്പ് ചോദിച്ചു. പിന്നീട് അമ്മ ഇടപെട്ട് ഇന്ദുവിന്റെ പിണക്കമെല്ലാം മാറ്റി. അങ്ങനെ എല്ലാവരും കൂടി നല്ല സന്തോഷത്തോടെ അവരുടെ കല്യാണം നടത്തി.